പഴംപൊരിൻ്റെ വലിപ്പം കുറഞ്ഞു എന്ന് പറഞ്ഞിട്ടും പപ്സിൻ്റെ ക്രിസ്പിനെസ്സും ടേസ്റ്റും കൂടി എന്ന് പറഞ്ഞിട്ടല്ലേ വാക്ക് തർക്കത്തിലാണ് ഈ കഥ തുടങ്ങുന്നത്. ആ വാക്ക് തർക്കാൻ വേണ്ടി നമ്മൾ കായമി പോയിട്ട് ഒരു ബീഫ് ബിരിയാണിയും ചിക്കൻ സുർബാനും തന്നപ്പോൾ ഏകദേശം ആ പ്രശ്നത്തിന് തീരുമാനമായിട്ടുണ്ട്. പിന്നെ പല്ലിൻ്റെ അലൈൻമെൻറ്റ് ശരിയല്ല, മൂക്ക് വളഞ്ഞിട്ടാണ്, കണ്ണിൻ്റെ കൃഷ്ണമണി പുറത്ത് വന്നിരിക്കണേ, ഷാള് ശരിയില്ല എന്ന് പറഞ്ഞിട്ടും ഓട്ടോയിലുള്ള വക്കാണത്തിന് ശേഷം നേരെ നമ്മളെത്തിയത് നെസ്റ്റോലായിരുന്നു. നെസ്റ്റോല എസ്കലേറ്ററിലാണ് പിന്നെ എല്ലാം തുടങ്ങുന്നത്. ഈ ഷാളിട്ടപ്പം മക് പ്രായമുണ്ട് എന്ന് പറഞ്ഞത് മക് പറ്റിയില്ല. അപ്പം പറഞ്ഞു, ഈ ഷാൾ ഇങ്ങനെ ഇട്ടാൽ ഞാൻ 10 വയസ്സ് കുറഞ്ഞില്ലേന്ന്. അങ്ങനെ ഉമ്മാക്ക് റേഷൻ കാർഡ് ഇടാനും ATM കാർഡ് ഇടാനും ഫോൺ ഇടാനും മറ്റ് സാധന സാമഗ്രികൾ ഇടാനും ഒരു പേഴ്സ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പേഴ്സിൻ്റെ വില തൂക്കി മണിച്ചിട്ടും നമ്മൾ സാധനം വാങ്ങിയിട്ട് നേരെ നമ്മൾ പോയത് ഫോൺ നേരാക്കാൻ. ഇമ്മതാ അവിടുത്തെ ചെറുക്കനോട് പറഞ്ഞതും ഇൻ്റെ ഫോൺ പൊട്ടി തകർന്നിട്ടുണ്ട്, വേഗം നേരാക്കി താ, ഇല്ലെങ്കിൽ സാധനം ഇനി ഉണ്ടാവില്ല എന്നാണ്. പൊട്ടി തകർന്ന ഫോൺ അത് നിങ്ങൾ കാണണം, ഇതിന് നമ്മൾ സ്ക്രാച്ച് എന്നാണ് പറയുക. ബട്ട് എൻ്റെ മമ്മി പറയാം ഇത് പൊട്ടി തകർന്നു എന്നാണ്. അങ്ങനെ 450 രൂപേൻ്റെ ഒരു കേസ് ഞാൻ എനിക്കൂടി വാങ്ങിയപ്പോൾ ഈ ചുരിയൊക്കെ പോയി. അങ്ങനെ ഈ കാണുന്നത് ബസ്സല്ല, ഇതൊരു വാട്ടർ ബോട്ടിലാണ്. ഇത് വാങ്ങിത്തരാൻ പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞത് ഈ വാട്ടർ ബോട്ടിൽ കൊണ്ട് സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കാനുള്ള പ്രായം അയക്കണമെന്നാണ്. അതൊക്കെ മൈൻഡ് വെക്കാതെ ഞാൻ മക്ക് ഷുഗർ കേൻ്റെ ഒരു ജ്യൂസും വാങ്ങിക്കൊടുത്തു. അച്ചാറുകാട് നിന്ന് കുറച്ച് അച്ചാറും പിന്നെ ഉമ്മാൻ്റെ ഫേവറേറ്റ് കടലയും വാങ്ങി നമ്മൾ ബസ് കയറി. ഇമ്മ ബസ് കയറണമെന്ന് പറയേണ്ട ആകെ ഉദ്ദേശം ഈ കാണുന്ന കടലയാണ്. 2-3 പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞിട്ടാണ് അമ്മ എനിക്ക് കടൽ തന്നത്. കടൽ പൊതിനിക്കണോ ബയോളജിൻ്റെ പേപ്പറിൽ. സന്തോഷമായി, വിദ്യാഭ്യാസത്തിൻ്റെ ഊക്കാണ് നിങ്ങളീ കാണുന്നത്. അങ്ങനെ എല്ലാം കഴിച്ചിട്ട് നമ്മൾ വീട്ടിൽ പോയി.